ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇത് നമ്മളുടെ മുന്നത്തെ വീഡിയോൻ്റെ ബാക്കിയാണ്. അപ്പം മുന്നത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഫൈനലി നമ്മളുടെ റൂമിലെത്തി. ഇതാണ് നമ്മളുടെ റൂം. പുറമേ കാണാനല്ല, ഉള്ളിൽ ഉഷാറാണ്. അപ്പോൾ ഇതൊരു തമിഴ്നാട് ഏരിയയാണ് നമ്മളെത്തിയത്. അപ്പോൾ ഇവിടെ എന്തോ ഫെസ്റ്റിവൽ നടക്കുകയാണ്. അതിൻ്റെ കൊട്ടും പാട്ടൊക്കെ ഉണ്ട് താഴെ. നമ്മൾ കുറച്ച് ഉയരത്തിലാണ്. പിന്നെ ഇവിടെ ഈ കാണുന്നതൊക്കെ ഓരോരോ കൃഷിയോടനുബന്ധിച്ചുള്ള കാര്യങ്ങളാണ് കേട്ടോ. അങ്ങനെ നമ്മളെത്തി. ഇവിടെ നമ്മൾ ഇത് ഫയർ ക്യാമ്പ് സെറ്റ് ചെയ്യുന്ന ഏരിയ ആണ് കേട്ടോ. ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. മേലെ കുറേ സ്പേസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, കിച്ചൺ ഉണ്ട് ഇവിടെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ടെൻ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വരുന്ന വഴിയിലൊക്കെ ടെമ്പിളിലൊക്കെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഫുള്ള് കളർഫുള്ളായിട്ട് മുല്ലപ്പൂവൊക്കെ ചൂടിയിട്ടാണ്. അങ്ങനെ നമ്മളിത് ആ റൂമിൽ കയറുകയാണ്. ഇതാണ് നമ്മളുടെ റൂം. നമ്മളുടെ ലഗേജൊക്കെ കൊടുന്ന് സൈഡാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ മെയിൻ ബെഡ്റൂമായിട്ട് വരുന്നത്, വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നതിൽ. ബാത്റൂമിൽ ആളുണ്ട് കേട്ടോ. അപ്പോൾ കാണിച്ചാൽ ശരിയാവില്ല. ബാത്റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. പിന്നെ മേലെ കുറച്ച് സ്പേസ് ഇല്ല. അവർ 3 സിംഗിൾ ബെഡ് ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം ഒരു 5-6 പേർക്ക് കിടക്കാൻ പാകത്തിനുള്ള ബെഡാണ്. പ്രത്യേകിച്ച് കസിൻസിനൊക്കെ തള്ളി മറിക്കാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ ഇതാണ് നമ്മളുടെ മേലെ നിന്നുള്ള വ്യൂ കേട്ടോ. നല്ല താഴത്തെ കാഴ്ചകളും ഒക്കെ കാണാം ഇവിടെ തൊട്ട്. പിന്നെ അവിടുന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മെല്ലെ പുറത്തിറങ്ങി. നമ്മളെ മേലെ കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു. അവിടെ ഈ കൃഷിയും കാര്യങ്ങളൊക്കെ വിത്ത് വിതച്ചിട്ടിരിക്കുകയാണ്. കാരണം അവർക്ക് മഴ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത്. കുറച്ച് ദിവസമായിട്ട് മഴ കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ഒരു വിഷമത്തിലാണ് അവർ. കാരണം മഴ പെയ്താലാണ് അവരുടെ കൃഷിക്ക്, നമുക്കറിയാമല്ലോ തമിഴ്നാട്ടിലൊക്കെ അവിടുന്ന് എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ട നമ്മളെ കേരളത്തേക്ക് എത്തിയിട്ട് നമ്മളുടെ വയറിന്നറിയാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് പിന്നെ നമ്മൾ രാത്രി എല്ലാവരും ഒന്ന് ഫ്രഷപ്പ് ആയതിൻ്റെ ശേഷം ക്യാമ്പ് ഫയറൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അസൻ്റെ ബ്രേക്ക് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെ സ്റ്റെപ്പൊക്കെ കിട്ടണമെന്ന് ഓൾക്ക് തന്നെ അറിയില്ല. എന്തൊക്കെയേ കാട്ടിക്കൂട്ടുണ്ടായിരുന്നു അവിടെ കിടന്നിട്ട്. പാട്ടുണ്ട് കേട്ടാൽ പിന്നെ ആളെ ഫുൾ ഓണാണ്. ജന്ന പിന്നെ അത് നോക്കി നിരീക്ഷണത്തിലാണ്. പിന്നെ ഒരു സൈഡിൽ നമ്മളുടെ ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കനലൊക്കെ ചാർക്കോളൊക്കെ ഇട്ടിട്ട് നന്നായി കത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. എന്നിട്ട് കനലായതിൻ്റെ ശേഷം വേണം നമുക്ക് ചിക്കന് ഓരോന്നായിട്ട് ഗ്രില്ല് ചെയ്തിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. രാത്രി ആയതുകൊണ്ട് തന്നെ പപ്പിയും മമ്മിയും എല്ലാവരും മൂടി പുതച്ചിരിക്കുകയാണ്. അത്യാവശ്യം നല്ല തണുപ്പ് തന്നെ ഉണ്ടായിരുന്നു. മെയിനായിട്ട് രാത്രി ഈ ക്യാമ്പ് ഫയറും പാട്ടും ഡാൻസൊക്കെ ആയിരുന്നു. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ കൂടുതലായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ.
അങ്ങനെ നമ്മളുടെ കാട്ടിക്കൂട്ടലൊക്കെ കണ്ടിട്ട് പപ്പയും മമ്മിയും എല്ലാവരും കൂടി കൈ പിടിച്ചിരിക്കുകയാണ്. ഇതൊക്കെയല്ലേ നമുക്ക് സന്തോഷമല്ലേ. അപ്പോൾ അപ്പോഴത്തേനും നമ്മളുടെ ചിക്കന് ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റായിൻ്റെ. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് വെച്ചിട്ട് തിരിച്ച് മറിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൈയ്യൊട്ടും പാട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അക്കൊക്കെ ഇടയ്ക്ക് വന്നിട്ട് ചൂടായ വെന്തുക്കണം നോക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അപ്പം ഞാനും കയറി 2 തിരിച്ചിടലും മറിച്ചിടലൊക്കെ ചെയ്തത്. നമ്മളൊന്നും ചെയ്തില്ല എന്ന് വേണ്ടല്ലോ അല്ലേ. അപ്പോഴത്തേക്കും നമ്മളുടെ ഫുഡൊക്കെ റെഡി ആയിട്ട് അവർ കൊടുക്കുന്നത് ഇതൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യണമാണ് കേട്ടോ. അപ്പോൾ ചോറും ചപ്പാത്തിയും ചിക്കൻ കറിയും പിന്നെ നമ്മളുടെ മെയിൻ ഐറ്റം ചിക്കൻ ഗ്രില്ല് ചെയ്തതും പിന്നെ ഉള്ളിക്കറി ഉണ്ടായിരുന്നു. നല്ല തണുപ്പായതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി ഫുഡ് കഴിക്കൊപ്പിരിക്കാറിന് നടക്കില്ല, കാരണം ചിക്കൻ വേഗം തണുത്ത് പോവും. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പായപ്പോൾ നമ്മൾ കുഞ്ഞുമക്കൾക്കും അതുപോലെ തന്നെ ഓരോ സെക്ഷനായിട്ട് പിന്നെ കൊടുത്ത്, അപ്പോൾ ഓരോരുത്തരായിട്ട് ഫുഡ് കഴിച്ച് പോകുമ്പോഴത്തേനും അടുത്ത ട്രിപ്പ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ ചൂട് കൊടുക്കാൻ എല്ലാവർക്കും കഴിക്കാമല്ലോ. ചൂട് കൊടുക്കാൻ കഴിക്കുമ്പോഴല്ലേ ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ മക്കൾക്ക് കൊടുത്ത് മക്കളൊക്കെ സൈഡായി. പിന്നെ നമ്മൾ കഴിക്കാനായി. പിന്നെ അത്യാവശ്യം നല്ല തണുപ്പ്, നല്ല രീതിക്കുള്ള തണുപ്പ് തന്നെ ഉണ്ട്. അപ്പോൾ ഒക്കെ തണുപ്പ് പറ്റാത്തവരാണ്. അപ്പോൾ എല്ലാവരും ഫയറിൻ്റെ അടിയിൽ ചൂടുള്ള ഇരിക്കുകയാണ്. അപ്പോൾ അവസാനത്തെ ട്രിപ്പായി. അപ്പോൾ നമ്മളും എല്ലാവരും കഴിച്ചു. പിന്നെ നമ്മളാണ്ട് കിടന്ന്, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇത് പിറ്റേ ദിവസം രാവിലെയുള്ള വ്യൂ ആണ് കേട്ടോ. സമയം ഒരു 5:30-6 മണി ആയിട്ടുള്ളൂ. എന്നാലും നല്ല വെളിച്ചമുണ്ട്, പുറത്തൊക്കെ നല്ല വെളിച്ചമുണ്ട്. ഇവിടുന്ന് നോക്കുമ്പോൾ അധികം കോടൊന്നുമില്ല, നമ്മൾ വിചാരിച്ച അത്ര കോടൊന്നുമില്ല കണ്ടോ മേലെ. പക്ഷെ നമ്മൾ മേലെ കയറി 2 ടെൻ്റ് ഉണ്ട് മേലെ. ടെൻറ്റിൽ 4 ആൾക്കാർ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒന്നിൽ ഇവിടെയും ഒരു റൂമുണ്ട്. കാണുന്നത് ഇതൊരു റൂമാണ്. ഇവിടെയാണ് മാമനും മക്കളൊക്കെ കിടന്നത്. ഇതൊരു റൂമാണ് കേട്ടോ. ഒരു ഫാമിലിക്ക് എടുക്കാൻ പറ്റിയ അത്യാവശ്യം സ്പേസ് ഉള്ള റൂമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ 2 ബാത്റൂം ഉണ്ട്. ഇതാണ് നമ്മളുടെ മെയിൻ ഗേറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ടെൻറ്റുള്ളത് മുകളിലാണ്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് കയറണം. കുറച്ച് ഉയരത്തിലായിട്ടാണ് 2 ടെൻറ്റ് അവർ ഉണ്ടാക്കിയാണ്. അതും ഇതുപോലെ ഷീറ്റ് കവേർഡായിട്ടുള്ള ടെൻറ്റാണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല കോടയും നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ താഴത്തു നിന്ന് നോക്കുമ്പോൾ നമുക്ക് അധികം കോടൊന്നും കാണാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഇതാണ് 2 ടെൻറ്റ്. ഇത് നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന മെയിൻ റൂമാണ് താഴെ കാണുന്നത്. അപ്പോൾ ടെൻറ്റിൻ്റെ ഉള്ളിൽ, ഫസ്റ്റ് ടെൻറ്റിൻ്റെ ഉള്ളിൽ അളിയന്മാരാണ് കിടക്കുന്നത്. അപ്പോൾ ഏത് അളിയന്മാരാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മുട്ടുണ്ട്, കാരണം നമ്മൾ 6 മണി ആയിട്ടില്ലെങ്കിൽ നമുക്ക് ട്രക്കിംഗ് ഉണ്ട്. അപ്പോൾ ട്രക്കിങ്ങിന് പോകാനുള്ളവരെയാണ് ഈ വിളിച്ചുണർത്തണം. അപ്പോൾ അതാ തുറന്ന് തരുന്നുണ്ട്. ഇപ്പോൾ പറയണ്ട, ഈ പെണ്ണ് രാവിലെ തന്നെ ക്യാമറ ആയിട്ട് വന്നിട്ട് പറഞ്ഞിട്ടാണ് എണ്ണി പറക്കണത്. അപ്പോൾ അങ്ങനെ അളിയനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പായതുകൊണ്ട് തന്നെ രാവിലെ എണീക്കാൻ നല്ല മടിയാണ്. എന്തായാലും വിളിച്ചല്ലേ പറ്റും. നമ്മൾ ട്രക്കിങ്ങിനുള്ള ജീപ്പൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അളിയനും കൂടി നല്ല ഉറക്കത്തിലായിരുന്നു. മറ്റേ ടെൻറ്റിൽ നമ്മളുടെ വധൂവരന്മാരായിരുന്നു. അപ്പോൾ നമ്മൾ വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല. അപ്പോൾ ഇതാണ് മേലെ നിന്നുള്ള രാവിലത്തെ വ്യൂ. നമ്മൾ ഇന്നലെ കണ്ട പോലത്തെ തന്നെ, പക്ഷെ നല്ല കോടുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് ടെൻറ്റിൽ നിന്ന് ഇറങ്ങി വന്ന് ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷപ്പ് ആയതിന് ശേഷം നമ്മൾക്ക് ഒരു സുലൈമാനി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഗ്ലാസ് സുലൈമാനിയൊക്കെ എല്ലാവരും കുടിച്ചിട്ട് നമ്മളിതാ ട്രക്കിങ്ങിന് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒരു 5-8 പേര് ഒരു ജീപ്പിലാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇൻഷാല്ലാ അടുത്ത വ്ളോഗിലിടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും ആൻഡ് ബൈ.